ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ആംസ്റ്റർഡാമിൽ തുലിപ്പ് ഗാർഡൻ കാണാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ 2 ദിവസം മുന്നേ അത് ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് ഒന്നും ഉണ്ടാവില്ല. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഓപ്പൺ ആയപ്പോൾ എന്തായാലും പോകാമെന്ന് ഓർത്തിട്ട് ഞാനത് ടിക്കറ്റൊക്കെ എന്തായാലും ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരുന്ന ഒരു ട്രാമിൽ ഞാൻ കയറിയിട്ട് അങ്ങോട്ട് പോകണം. 3-4 ട്രാമും ട്രെയിനൊക്കെ കയറിയിട്ട് വേണം പോകാൻ. ഞാൻ തുലിപ്പിൻ്റെ ആ സ്ഥലത്ത് എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. ടിക്കറ്റുള്ള എന്താ ഇത് വായിക്കുന്നത് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് അക്ഷയ് വന്നിട്ടുണ്ട്. അക്ഷയ് ഹായ്, ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും അല്ലേ? ആ നോക്കാം. ആക്ച്വലി ഇപ്പോൾ 2 ദിവസം മുന്നേ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അതായത് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഞാൻ എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കുന്നില്ല. പിന്നെ അവിടെ എന്ത് എക്സ്പെക്റ്റേഷൻ വെച്ചാലും അത് പണിയാവും. പിന്നെ ഇത് സൗത്ത് ഹോളണ്ടാണ്, അതായത് സൗത്ത് സൈഡാണ്. നെതർലൻഡ്സിൻ്റെ സൗത്ത് സൈഡല്ല, ആംസ്റ്റർഡാമിൻ്റെ സൗത്ത് സൈഡാണ് കേട്ടോ അപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതാണ് ആ സ്ഥലപ്പേര്, അതായത് ഇവിടേക്കാണ് വരേണ്ടത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ നോട്ട് ചെയ്ത് വെച്ചോ, ഇങ്ങോട്ടാണ് വരേണ്ടത്. ഇവിടെയാണ് അതിൻ്റെ മെയിൻ സ്ഥലം. അവിടുന്ന് നമ്മൾ എൻട്രി ചെയ്തു. അപ്പോൾ ഇവിടെ കണ്ടോ പൂക്കൾ മൊത്തം അങ്ങോട്ട് വിരിഞ്ഞിട്ടില്ല, കണ്ടോ? അതിനിടയിലൊക്കെ ഇങ്ങനെ കുറേ പൂക്കൾ ഇങ്ങനെ മൊട്ടിട്ട് വെച്ചിട്ടാണുള്ളത്. അതിങ്ങനെ വിരിയുമ്പോഴായിരിക്കും അത് കൂടുതൽ ബ്യൂട്ടിഫുൾ ആവുക. കാരണം ആ മരങ്ങളൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് നിൽക്കുന്നത്, അത് കുറച്ചും കൂടെ അതിൽ ഇലകളും പൂക്കളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് കൂടുതൽ ബ്യൂട്ടിഫുൾ ആവും. പക്ഷേ ഇപ്പോൾ അതിങ്ങനെ ഓപ്പൺ ആയിട്ടല്ലേ ഉള്ളൂ. അതാ കണ്ടോ, ചുറ്റും നോക്കുമ്പോൾ കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ മുട്ടിട്ടിട്ടുള്ളൂ, ഓപ്പൺ ആവുന്നില്ല, ഓപ്പൺ ആയിട്ടില്ല. ഇതേ ഇവിടെ ഒന്നും പൂക്കൾ വന്നിട്ടേ ഇല്ല, അതിങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള പോലെയാ ആവുന്നുള്ളൂ. ഇവിടെ നോക്കി ആ ഒരു രസം കിട്ടുന്നില്ല. കാരണം ഇവിടെ ആകെ ഇച്ചിരി പൂമുട്ടുണ്ടായി, അവിടെയൊക്കെ ആവുന്നുള്ളൂ. പക്ഷെ കുറച്ചായതുകൊണ്ടാണ് അവർ ഇപ്പോഴേ അത് ഓപ്പൺ ആക്കി. ഞാൻ വന്ന ടൈം കുറച്ച് നേരത്തെ ആയിപ്പോയി. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ആയിരുന്നെങ്കിൽ ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ ടൈം ആയിട്ടില്ല. പക്ഷെ അവരിപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ആയിട്ടുണ്ടാവും എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത്. നല്ല അടിപൊളി ഇതാണ്, അതായത് ഇതൊക്കെ പൂക്കളാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, അത് കാണാൻ എത്ര അടിപൊളിയായിട്ടുണ്ടാവും. ഇതിപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് വന്നിട്ടിപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വേർത്തല്ല. എന്തായാലും അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക, ഏപ്രിൽ പകുതിയൊക്കെ ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഇനി ഒരു 2-3 ആഴ്ചയോടെ കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ആ ഒരു സൈഡൊക്കെ ഇത്തിരി റെഡി ആയിട്ടുണ്ട്. ഇവിടെ കണ്ടോ ഗ്രീൻ ആയിട്ട് കിടക്കുകയാണ്, പൂക്കളൊന്നുമില്ല. മറ്റേ അങ്ങോട്ടൊക്കെ പൂക്കളങ്ങോട്ട് റെഡിയായി വരുന്നുള്ളൂ കേട്ടോ. സോ ഈ ടൈമിൽ വിസിറ്റ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഇതല്ല. ഈ പൂക്കൾ കണ്ടോ, ചില സ്ഥലത്തൊക്കെ കാണാൻ അടിപൊളിയാണ്, പക്ഷെ വീണ്ടും ഒരുപാട് അത് വിരിയാനുണ്ട്. വിരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ളൊരു ഭംഗി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇപ്പം തന്നെ അത് രസമുണ്ട്, പക്ഷെ അത് തുടങ്ങിയിട്ടുള്ളൂ. നെക്സ്റ്റ് മന്തൊക്കെ ആകുമ്പോഴേക്കും നല്ല രസമുണ്ടാവും. നമുക്ക് പലതരം കളറിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ നമുക്ക് ഒരാൾക്കാരൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഇവിടെ എല്ലാവരും ഫുൾ ഹാപ്പിയാണ് കേട്ടോ. മൊത്തം ഇവിടെ ഒരു ഹാപ്പി വൈബാണ്. ഇന്ന് ഒരുപാട് സൺലൈറ്റ് ഒന്നും ഇല്ല, പക്ഷെ ഒരു ക്ലൗഡി ക്ലൈമറ്റ്, പക്ഷെ അധികം തണുപ്പൊന്നും ഇല്ല കേട്ടോ. ഞാനിത് ഒരു ഷോർട്സും സാധാ ഒരു ടീഷർട്ടും നമ്മൾ നാട്ടിലിടുന്ന ആ ഡ്രസ്സായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ ഒരു 50 വയസ്സ് കഴിയുമ്പോഴേക്കും പിന്നെ ഫോട്ടോ പുറത്തേക്കൊന്നും ഇറങ്ങൂലതേ, അവൻ പോയി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് അവർ വീൽ ചെയറിലാണ് പോകുന്നത്, അത്രയും ഏജായി, പക്ഷെ അവരെപ്പോഴും ആ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളെ നാട്ടിലെ പോലെയല്ല. ഇതൊക്കെ മരത്തിലെല്ലാം അവർ ചെത്തി അങ്ങനെ അവർ വരച്ച് വെച്ചേക്കുന്നത്, അത് കാണാൻ നൈസായിട്ടുണ്ട്. സംഭവം ശരിക്കും അടിപൊളിയാണ്, പക്ഷേ ആ കറക്റ്റ് ടൈമിൽ തന്നെ വരണം. ഈ ടൈമിൽ വന്നുകൊണ്ടാണ് അത്ര ബ്യൂട്ടിഫുൾ അല്ലാത്തത്. പക്ഷെ അല്ലാതെ ഒരു അടുത്ത മാസം ലാസ്റ്റൊക്കെ വരികയാണെങ്കിൽ എന്തായാലും അടിപൊളിയായിരിക്കും.
മുറ്റത്തൊരു മൈന. സുരേഷ് ആളുകൾ കാണുമ്പോ ഒരു രസം ഉണ്ടാവില്ല. എന്താണ് എന്താ രസം ഉണ്ടാവാതെ? ഇതാണ് നമ്മള് അന്യൻ സിനിമയിലും പിന്നെ ഐ സിനിമയിലൊക്കെ കാണുന്ന ഫീൽഡ്. പക്ഷെ അവിടെ മാത്രം ഒരു മഞ്ഞ കളറ് പൂവാണ് ഇപ്പൊ അവിടെ ആകുള്ളൂ. ഇവിടെ ഒന്നുമില്ല. അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ വേഗം ഓപ്പൺ ആക്കിയതാന്ന് തോന്നുന്നുണ്ട്. കാരണം നോക്ക്, ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഒരു വിൻഡ് മില്ല് കാണുന്നുണ്ട് കണ്ടോ. അവിടെ മൊത്തം പൂക്കളും ഇവിടുത്തെ ആ വിൻഡ് മില്ലും അടിപൊളിയാണ്. പക്ഷെ ഇപ്പൊ ഒന്നും ആയിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും ആൾക്കാർ മൊത്തം. ഇവിടെ പാകെ വിൻഡ് മില്ല് ഉള്ളതുകൊണ്ട് അവിടെയാണ് എല്ലാവരും പോയി നിൽക്കുന്നത്. നോക്ക് കണ്ടോ, അവിടെ ശരിക്കും ഇങ്ങനെ ആ മഞ്ഞ കളർ അവിടെ കണ്ടില്ലേ, അതുപോലെ ഇവിടെ എല്ലാം ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ഒന്നും ആയിട്ടില്ല. അതുകൊണ്ടാണ് അതിപ്പോൾ അങ്ങനെ ഇരിക്കുന്നത്. എനിക്കങ്ങ് വിഷമാവുന്നു. ഇതിൻ്റെ ഉള്ളിൽ പൈസ ഒക്കെ കൊടുത്ത് കയറിയിട്ട് ഇവിടെ എൻട്രി ഫീസ് 20 യൂറോ ആണ് ഒരാൾക്ക് വരുന്നത്. പിന്നെ ട്രാൻസ്പോർട്ടേഷനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ സ്ഥലത്ത് വരുന്നതിനനുസരിച്ചിരിക്കും എത്ര ആവും എന്നുള്ളത്. ഇത്രയും പൈസ എല്ലാം കൊടുത്ത് വന്നിട്ട് ഇവിടെ ഒന്നും കാണാൻ പറ്റാത്ത ഭയങ്കര വിഷമാവുന്നു. ഇത്ര നേരം കുഴപ്പമുണ്ടായില്ല. അവിടെ എത്തിയപ്പോൾ ഈ ഫീൽസ് കണ്ടപ്പോഴാണ് ആ ഒരിത് ഒന്നുമില്ല. ആ ഒരു കുറച്ചെങ്കിലും അവിടെ നമുക്ക് ഗ്രീൻ കളറിലെങ്കിലും ഉണ്ട്. ഇവിടെ ഗ്രീൻ കളറിൽ പോവില്ല, വെറും മണ്ണാണ്. ആ വിൻമില്ലിന് മുകളിൽ കയറിയിട്ട് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ. നല്ല രസമുണ്ട്. ആ യെല്ലോ മാത്രം ഇതുപോലെ ഫുൾ റോലും ഇങ്ങനെ എല്ലാം ആവണ്ട. ഇവിടുന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു, ഫുൾ പൂക്കളായിട്ട്. പക്ഷെ ഇപ്പോൾ അതായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. നോക്കി യെല്ലോ മാത്രം ഇപ്പോൾ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. അങ്ങോട്ടൊക്കെയും പല കളറിൽ വരേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ യെല്ലോ മാത്രമേ സ്റ്റാർട്ടില്ല. അതും യെല്ലോ ഭയങ്കര തിക്കായിട്ട് വന്നിട്ടില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. കണ്ടോ, അതിനിടയിലുള്ള മരങ്ങളൊക്കെ ഉണ്ടോ, അതൊക്കെയും ഗ്രീൻ ആയിട്ടില്ല. അതെല്ലാം ഗ്രീനായി വരും. ഇത് ഇവിടെയൊക്കെ ഗ്രീനായി വരും. അപ്പം നൈസായിരിക്കും. പിന്നെ ഈ സൈഡിൽ കൂടെ നമുക്ക് ബോട്ടിങ് ചെയ്യാം. ഇപ്പോഴേ ആൾക്കാർ കുറേ പേര് ബോട്ടിങ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിന് ചുറ്റും പോവാം. ആ അറ്റത്തുനിന്ന് നേരത്തെ ഞാൻ വീഡിയോ എടുത്ത് അവിടുന്ന് ഇങ്ങനെ കറങ്ങി ഇതുവഴിയൊക്കെ നമുക്ക് പോകാം. കണ്ട അങ്ങോട്ടെല്ലാം കറങ്ങിപ്പോവാം. അവിടെ നോക്കിയേ, പാർക്കിംഗ് തന്നെ കാണാൻ നൈസ്. ഇവിടുന്ന് എല്ലാം ഒരേപോലെ വെച്ചേക്കുന്നത്. നേരത്തെ ഞാൻ വീഡിയോ എടുത്ത് അവിടുന്ന് ഇങ്ങനെ കറങ്ങി ഇതുവഴിയൊക്കെ നമുക്ക് പോകണ്ട അങ്ങോട്ടെല്ലാം കറങ്ങിപ്പോവാം. ആ തുലിപ്പ് ഗാർഡനെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറെ കറങ്ങി, കുറെ ട്രെയിനൊക്കെ മിസ്സായി, ഫുഡൊക്കെ കഴിച്ച് ഡൊമിനോസ്. അതിനുശേഷം സാൻവുഡ് ആൻഡ് സീ എന്ന് പറഞ്ഞിട്ടുള്ള ബീച്ചിൽ വന്നേക്കാം കേട്ടോ. അപ്പോൾ ആംസ്റ്റർഡാമിലൊരു
ബീച്ചിലാണ് ഉള്ളത്. ഇവിടേക്ക് തന്നെ ട്രെയിന് കുറേ മാറി മാറി കയറിയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ട്രെയിനൊക്കെ ചിലപ്പോൾ മിസ്സായ അരമണിക്കൂർ ഉണ്ടാവും. നേരത്തെ അതേപോലെ കറക്റ്റ് ടൈമിലെത്തി, പക്ഷെ ഓൾറെഡി ഡോർ ക്ലോസ് ആയതുകൊണ്ട് ഡോർ തുറക്കൂല. അത് ഫ്ലിക്സ് ബസ് ആയാലും അത് ട്രെയിൻ ആയാലും ട്രാം ആയാലും അങ്ങനെ തന്നെയാണ്. ഇന്ന് രാവിലെ ഞാൻ ട്രാം കയറാൻ വന്നപ്പോൾ നടുവത്തെ ഡോറ് തുറന്നില്ല, ഫ്രണ്ടത്തെ ഡോറാ തുറന്നു. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, അത് അപ്പം എടുത്തിട്ട് പോയി. അങ്ങനെയാണ് ഇവിടെ കറക്റ്റ് നോക്കി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനും ട്രാമും ബസ് എല്ലാം മിസ്സാവും. നോക്കി ഇവിടെ കുറേ കഫേസ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. കണ്ടോ, തിര കുറവുള്ള ബീച്ചാന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പൊ ചെറുതായിട്ടൊരു ചാറ്റൽ മഴ ഉണ്ട്. ഇവിടെ മണലിങ്ങനെ കുത്തു നിങ്ങൾക്ക് കാണാം, കണ്ടോ. പക്ഷെ നല്ല വലുതാ. ഇവിടുന്ന് ആ അറ്റം വരെ മണലില് ഇതുണ്ട്. എനിക്ക് തോന്നുന്നു സമ്മറിൽ അടിപൊളിയായിരിക്കും അല്ലേ? സമ്മറിൽ നൈസ് ആയിട്ടുണ്ടാവും അല്ലേ? അല്ല, ഇപ്പൊ അവിടെ ഇതൊക്കെ ചേരക്കിട്ട് ബീച്ചിലൊക്കെ ഇറങ്ങി കയറി ആ ഒരു വൈബായിരിക്കും. അങ്ങ് ദൂരെ ഒരു നിഴല് പോലെ കാണുന്നുണ്ടോ, അത് വിൻഡ് മില്ലാണ്. അത് കടലിന്റെ നടുക്കാണ് പ്ലേസ് ചെയ്യുന്നത്. അതിങ്ങനെ മൂവ് ചെയ്യുന്ന സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇതെല്ലാവരും കരയിലല്ലേ പ്ലേസ് ചെയ്യല്, ഇതവർ ബീച്ചിന്റെ നടുവിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ ബീച്ചിലൊക്കെ പോയി, അതിനുശേഷം പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു. ഇന്നലത്തെ ദിവസം എനിക്ക് എന്താ പറയുക, കുറേ ഞാൻ കറങ്ങിയെങ്കിലും എനിക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പൂക്കളൊക്കെ വളരെ കുറവാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ സൺഡേ ആണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ചെറി ബ്ലോസം ഉള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. കുറച്ച് ലോങ് പോകാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയി നോട്ടെ. അവിടെ ചെറി ബ്ലോസം ഉണ്ടാവൂല്ലേന്ന് എനിക്കറിയില്ല, പോയി നോക്കട്ടെ. ഇത് നോക്ക്, നല്ല തിരക്കുണ്ട് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തിറങ്ങുന്ന ദിവസമാണ്. നോക്ക്, എല്ലാ സ്ഥലത്തും ഫുൾ ആൾക്കാരാ. ട്രാം എടുത്തു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബസ്സിൽ കയറിയിട്ട് ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് അത്യാവശ്യം കുറച്ച് ദൂരം പോകാനുണ്ട്. ഇവിടെയൊക്കെ ഇതാ ഓൾറെഡി കുറേ ചെറി ബ്ലോസം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പോകുന്ന സ്ഥലത്ത് ഓൾറെഡി ഫുള്ള് ചെറി ബ്ലോസം മാത്രമായിട്ടുള്ള ഒരു സ്പേസിലാണ്. അവിടെ ഇതുപോലെ മൊത്തം നിറഞ്ഞു നിൽക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പോകുന്ന വഴിക്കൊക്കെ ഉണ്ടോ, ആ വലിയ വലിയ ട്രീസിലൊന്നും ഇല്ലെങ്കിലും ആ ചെറിയ ചെറിയ ട്രീസിലെല്ലാം ആ ഒരു ചെറി ബ്ലോസം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, നോക്ക്. അവിടുന്ന് ബസ് ഇറങ്ങി. അപ്പോൾ ഇനിയൊരു 25 മിനിറ്റ്സ് നടക്കണം. 2 കിലോമീറ്റർ നടക്കാനുണ്ട്. ഡെയിലി സത്യം പറഞ്ഞാൽ ഞാൻ യൂറോപ്പിൽ വന്നതിന് ശേഷം 10-15 കിലോമീറ്റർ ഒരു ദിവസം നടക്കുന്നുണ്ട്. നാട്ടിൽ 1 കിലോമീറ്റർ പോലും നടക്കുന്നില്ല. ഇപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞതുകൊണ്ട് ഞാൻ യൂസ്ഡായി. അല്ലെങ്കിൽ നല്ല ടാസ്ക് ആയിരുന്നു. കാരണം നാട്ടിലിപ്പോൾ വിസ എന്തൊക്കെ ആയിട്ട് കുറേ ദിവസമായിട്ട് നാട്ടിലായതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 100 മീറ്റർ പോകാൻ കാറിലാണ് പോകുന്നത് നാട്ടിൽ. ബൈക്കിൽ പോലുമല്ല. കാരണം ബൈക്കിൽ പോകുമ്പോൾ ചൂടും വെയിലും എല്ലാം കൂടെ ആയിട്ട് പോകാനേ തോന്നൂല. അപ്പോൾ നടക്കാറേ ഇല്ല. പക്ഷെ യൂറോപ്പിൽ ആൾക്കാർ മൊത്തം നടന്നാണ് പോകുന്നത്. നാട്ടിലിപ്പോൾ 2 കിലോമീറ്റർ നടക്കാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ തന്നെ പറ്റില്ല. ഇവിടെ പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും നടന്നൊക്കെ പോകും. എന്ത് രസമാണ് നോക്കി കാണാൻ. എവിടെ നോക്കിയാലും കനാലും സൈക്കിളും. കുറേ സന്തോഷമായിട്ടുള്ള മനുഷ്യരും എന്നെപ്പോലെ ഇങ്ങനെ ഓരോ രാജ്യത്തു നിന്ന് ഇവിടെ കാണാൻ വന്ന ആൾക്കാരും. അതാണ് ഇവിടെ എന്താ പറയുക, നെതർലൻഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടുന്ന് വേറെ സിറ്റിയിലൊക്കെ പോകുമ്പോഴും അതുപോലെ തന്നെയാണ്. പിന്നെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ പോകുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ഞാൻ വേറെ സിറ്റിയിലേക്കൊന്നും അങ്ങനെ പോവാതിരുന്നത്. ഇതുണ്ടോ, ഇവിടുത്തെ വീടുകളും ഫുൾ എല്ലാവർക്കും ഉള്ള വ്യൂ ഇതാണ്. ഈ ഒരു കനാൽ വ്യൂ. ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് പിക്നിക്കിന് വരാൻ പറ്റിയൊരു സ്പോട്ടാണ്. കാരണം പിള്ളേർക്ക് കളിക്കാനുള്ള സിപ്പ് ലൈനും പിന്നെ മരത്തിലൊക്കെ കയറാനുള്ള, മരത്തിൽ തന്നെ ഓരോ സാധനം ഇങ്ങനെ തട്ട് പോലെ കൊടുത്തേക്കുന്നത് മരം കയറാനായിട്ട്. നമ്മുടെ നാട്ടിൽ നമ്മുടെ കഴിവ് വെച്ച് നമ്മൾ മരം കയറണം. ഇവിടെ ഓൾറെഡി മരം കയറാനായിട്ട് ഓരോ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ടോ, അത് കൂടെ നടക്കാനും അങ്ങനത്തെ ഓരോ പിള്ളേർക്കുള്ള ആക്ടിവിറ്റീസിനുള്ള കുറേ സ്ഥലമുണ്ട്. പിന്നെ അതിനപ്പുറം എന്തോ ഒരു ലേക്ക് പോലെ കാണുന്നുണ്ട്. അതും വേറെ ടൈപ്പ് കനാലായിരിക്കും. ഇവിടെ ഉണ്ടല്ലേ, കുഞ്ഞു പിള്ളേർ മുതൽ വലിയ ആൾക്കാർ വരെ മൊത്തം സൈക്കിളിലാണ്. ഇവർ അതിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സൈക്കിൾ പോകാൻ എവിടെ നോക്കിയാലും സൈക്കിളിൻ്റെ ട്രാക്കും എവിടെയൊക്കെ ഓടിക്കണം എവിടെയൊക്കെ ഓടിക്കണ്ടെന്നുള്ളതിൻ്റെ കറക്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ ഈ ഒരു ബ്രിഡ്ജിലൂടെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദൂരെ നിന്ന് കുറച്ച് ചെറി ബ്ലോസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നമുക്ക് നടന്നിങ്ങനെ പോകാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. ആ ഒരു കനാലിൻ്റെ സൈഡിൽ കൂടെ നല്ല രസമുള്ളൊരു ടൈപ്പ് ബ്രിഡ്ജൊക്കെ അവർ കെട്ടിയിരിക്കുന്നത്, ഒരു വെറൈറ്റി ഒക്കെ ആയിട്ട്. അവിടെ കണ്ടോ നമുക്ക് ചെറി ബ്ലോസം മൊത്തം തിങ്ങിക്കൂടിയല്ലാന്ന് തോന്നുന്നു. എന്നാലും അവിടെ പോയി നോട്ടെ, അവിടെ എത്തുമ്പോൾ അറിയാം.
വരുമ്പോൾ മാക്സിമം സൺഡേ ഒഴിവാക്കാൻ നോക്കുക. ഇനിയിപ്പോൾ അഥവാ സൺഡേ ആണ് ഇങ്ങോട്ട് വരുന്നെങ്കിൽ നേരത്തെ ഇറങ്ങാം. ഇപ്പം സമയം ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. ഈ ടൈമിലാണ് ഞാൻ വന്നത്. അടിപൊളിയാണ്. പക്ഷെ ആസ്വദിക്കാൻ പറ്റുന്നേക്കാൾ കൂടുതൽ ആൾക്കാരാണ്. എല്ലാവരും ഇതേ ഡോഗ്സൊക്കെ ആയിട്ട്. പക്ഷെ ഒരു വൈബാണ് കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഫുള്ള് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരണമെങ്കിൽ നല്ല വൈബാണ്. നമുക്ക് എല്ലാവരും ഇതിൽ തന്നെ നിൽക്കാം. അപ്പോൾ ഇവിടെ ജപ്പാനിൽ മാത്രമൊന്നുമല്ല ചെറി ബ്ലോസം, നമ്മുടെ യൂറോപ്പിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ കുറേ കാണാൻ പറ്റും. സ്പ്രിങ് ആയി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ചെറി ബ്ലോസം തന്നെയാണ്. ഈവൻ നമ്മുടെ നാട്ടിൽ തന്നെ ബാംഗ്ലൂരൊക്കെ ചില ടൈമിൽ ആ സ്പ്രിങ്ങിൻ്റെ ഒരു ടൈമിലൊക്കെ നല്ല ചെറി ബ്ലോസം കാണാൻ പറ്റാറുണ്ട്. പക്ഷെ ഇതുപോലെ ഒറ്റയടിക്ക് എല്ലാം ഉണ്ടാവാറില്ല. ഒരു പാർക്ക് പോലെ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാറില്ല. അതൊക്കെ നൈസാണ്. പക്ഷേ കണ്ടില്ലേ, പക്ഷെ ക്രൗഡാട്ടോ, മൊത്തം ക്രൗഡാ. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ആ ചെറി ബ്ലോസത്തിൻ്റെ ഭംഗിയൊന്നും കാണാൻ പറ്റൂല വീഡിയോയിൽ. നേരിട്ട് പിന്നെ ഒക്കെ അടിപൊളിയാണ്. ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ സെറ്റാണ് കേട്ടോ. നമുക്ക് ഫുള്ളിങ്ങനെ ഇവിടെ നിലത്തിരിക്കാം, മണ്ണൊന്നുമില്ല. അതുകൊണ്ട് ഭയങ്കര ആ തണുത്ത ആ ഒരു ക്ലൈമറ്റും ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇരിക്കാൻ നൈസാണ് നമുക്ക്. പക്ഷെ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു രസം ഉണ്ടാവില്ല. പിന്നെ ആ പൂക്കളൊന്നും ഒരുപാട് എൻജോയ് ചെയ്യാന്നുള്ളതിൽ ഇല്ല. പക്ഷേ ഇത്രയും ഒരു അടിപൊളി ആംബിയൻസിൽ നടുവിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു വൈബ് ഉണ്ടാവും. കൂടുതലും ഫാമിലീസും കപ്പിൾസാണ്. ഇന്നിപ്പോൾ ഫാമിലീസാണ് കൂടുതൽ. യൂഷ്വലി ഇവിടെ കപ്പിൾസാണ് കൂടുതൽ ഉണ്ടാവാറ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് കൂടുതലും ആൾക്കാരും ഫാമിലീസാണ് ഉള്ളത്. കാരണം കുറേ പിള്ളേരൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ആൾക്കാർ ഡോഗ്സിനെ ഫാമിലിയിലൊരു മെമ്പറായിട്ടാണ്. നമ്മളെ നാട്ടിൽ അങ്ങനെയാണ് കാണുന്നെങ്കിലും നമുക്ക് എവിടെ പോകുമ്പോഴും കൊണ്ടുപോകാൻ പറ്റാറില്ല. അതൊരു വലിയ ഇഷ്യൂ ആണ്. ഇവിടെ ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും നമുക്ക് ഡോഗിനെ കൊണ്ടുപോകാം. ചില കടകളിൽ മാത്രം ഡോഗ്സിനെ എൻട്രി ഉണ്ടാവില്ല. ആ സമയത്ത് അത് അവർ എഴുതി വെക്കുകയും ചെയ്യും പുറത്ത് അലോഡല്ല എന്നുള്ള. അത് മിക്കതും മുസ്ലിം ആളുകളുടെ കടകളിൽ മാത്രമാണ് കയറ്റാൻ പറ്റാത്തത്. പക്ഷെ ബാക്കി എല്ലാ ട്രെയിനിലായാലും ട്രാമിലായാലും ബസ്സിലായാലും സൈക്കിളും ഡോഗ്സും അത് രണ്ടും ഇവിടെ മെയിനാണ്. അത് രണ്ടും എൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് രണ്ടും എനിക്ക് എൻ്റെ നാട്ടിലൊന്നും ചെയ്യാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. ഇവിടെ കാണുമ്പോൾ എനിക്ക് അതിൽ അസൂയുണ്ട്. അപ്പോൾ ഞാൻ മിക്കവാറും എന്തെങ്കിലുമൊക്കെ എനിക്ക് സെറ്റിൽ ആവണം എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ഇവിടെ വല്ലതും വന്ന് സെറ്റിലാവുള്ളൂ. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ മൊത്തം എന്താ പറയുക, ഇതിൽ കുറേ ആൾക്കാർ ഈ ഇരിക്കുന്നതൊക്കെ പകുതിയും ഇവിടുത്തെ ആളുകളല്ല, കൂടുതലും ടൂറിസ്റ്റായിട്ട് വന്നാണ്. പക്ഷേ 197 രാജ്യങ്ങളിലെ എല്ലാ ആൾക്കാരും ഒത്തുചേരുന്ന ഒരു സ്ഥലം പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം കൂടുതലും പുറത്തുള്ള ആൾക്കാർ, പക്ഷേ എല്ലാ ടൈപ്പ് ആൾക്കാരുള്ളതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇൻട്രാക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നൈസാണ്. ഭാഗ്യം ഞാൻ ഇവിടെ ഒരു 6 ദിവസം നിൽക്കാൻ തീരുമാനിച്ചത്. ഞാൻ പാരീസിൽ 6 ദിവസം നിന്നു. അതിനുശേഷം ഞാനിപ്പോൾ ബെൽജിയത്തിൽ 3 ദിവസം നിന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ 6 ദിവസം നിന്നുകൊണ്ടിരിക്കുന്നു. അതെനിക്ക് നല്ലൊരു തീരുമാനമായി തോന്നി. ഞാനങ്ങനെ ഇവിടെ കുറച്ച് സമയം എടുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് നഷ്ടമായി പോയേനെ. കാരണം ഇവിടെ ഒന്നും ചെയ്തില്ലെങ്കിലും ഇവിടെ ഇതുവഴി ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്തോ ഒരു പോസിറ്റീവ് എനർജിയും ആ ഒരു വൈബാണ്. അതായത് ഔട്ടറിൽ പോയാൽ ഇങ്ങനെ മരങ്ങളായാലും മൊത്തം ആൾക്കാരുടെ മുഖത്ത് നോക്കി ചിരിക്കലും സംസാരവും അത് വൈബ്. ട്രെയിനിലും ബസ്സിലും പോകുമ്പോഴും നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും നമ്മളോട് ഹായ് ഹൗ ആർ യു, എന്താണ്, സോറി, എക്സ്ക്യൂസ് മീ, പാർഡൺ അങ്ങനെയൊക്കെ പറയും. പക്ഷെ അത് പാരീസിൽ എനിക്ക് തീരെ കിട്ടിയിട്ടില്ലായിരുന്നു. ഒരു റൂഡായിട്ടുള്ളൊരു ബിഹേവിയർ ആയിരുന്നു ആളുകളുടെ. അത് പുറത്തുള്ള ആൾക്കാരുടെയും. പിന്നെ അവിടെ എനിക്ക് തോന്നുന്നു ഫ്രാൻസിൽ പാരീസിൽ മാത്രമാണ് ആ ഒരു ഇഷ്യൂ. ഔട്ടറിലൊക്കെ പോയി കഴിഞ്ഞാൽ ആളുകളൊക്കെ നല്ല വെൽക്കമിങ്ങും അടിപൊളിയാണ്. ഹോസ്പിറ്റാലിറ്റി ഒക്കെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് അതിന് ഔട്ടറിലേക്കൊന്നും പോകാനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് ഔട്ടറിൽ ഫ്രാൻസിലെ ആളുകളുടെ കാര്യം അറിയില്ല. പക്ഷേ ഇവിടുത്തെ ആളുകൾ, ഇപ്പം ഞാൻ ലോക്കൽസിനൊക്കെ ഇന്നലെ കുറേ പേരെ കണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ടൊക്കെ ഞാൻ സംസാരിച്ചു. ആ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അല്ലെങ്കിൽ അത് വീഡിയോയിൽ ഇൻക്ലൂഡായി നിങ്ങൾക്ക് മനസ്സിലായനെ. കുറേ ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ വീഡിയോ എടുക്കാൻ മറന്നു പോവാണ്. നമ്മൾ അതിൽ തന്നെ എന്താ പറയുക, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരുടെ കൂടെ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്ന പോലെയാണ്. വീഡിയോസിന് എത്രത്തോളം അത് വരുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഞാൻ എൻജോയ് ചെയ്യുന്നത് നിങ്ങളിലേക്ക് മാക്സിമം എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് എന്താ പറയുക, സാഹചര്യം കൊണ്ട് അതങ്ങോട്ട് പറ്റുന്നില്ല.
ആ ചെറി ബ്ലോസൊക്കെ കണ്ടിട്ട് ദേ തിരിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന വഴിയിൽ നല്ല രസമുണ്ട്. കുറേ കഫേസും ഇവിടുത്തെ ബിൽഡിങ്സും ഒക്കെ നൈസായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഡ്രോണൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തത്. അതൊക്കെ നൈസായിരുന്നു. പക്ഷെ കുറച്ചും കൂടെ തിക്കായിട്ടുള്ള പൂക്കൾ വേണമായിരുന്നു. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ടുണ്ടായില്ല. എന്നാലും അത്യാവശ്യം നൈസായിരുന്നു. ഇന്നിവിടെ മഴ പെയ്യുന്നു പറഞ്ഞ ദിവസം കേട്ടോ. പക്ഷെ ഇന്ന് നല്ല വെയിലുണ്ട്. പക്ഷെ നല്ല കാറ്റും തണുപ്പുണ്ട്. നല്ല രസമുണ്ട് വെയിൽ കൊണ്ട് ഇങ്ങനെ നിൽക്കാൻ. നാട്ടിലൊക്കെ വെയിൽ കിട്ടുമ്പോൾ മാറി നിൽക്കുക ചെയ്യും. ഇവിടെ വെയിൽ കിട്ടുമ്പോൾ നല്ല രസമുണ്ട്. അടിപൊളി. അവിടെയെല്ലാം കറങ്ങി ഞാനിതാ തിരിച്ച് റൂമിൻ്റെ അവിടെ എത്തി. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോണ്. നെക്സ്റ്റ് വീട്ടിൽ കാണുന്നവരെ ബൈ ബൈ.